നിയമസഭയിൽ മാധ്യമങ്ങളെ വിമർശിച്ച പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. റോഡുകളെ സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ നൽകുന്നത്. തോട്ടത്തിൽ രവീന്ദ്രൻ എം.എൽ.എ. ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനെ ലക്ഷ്യം വെച്ച് ചില മാധ്യമങ്ങൾ അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ ചെയ്യുന്നുവെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിമർശനം. PWDയുമായി ഒരു ബന്ധവുമില്ലാത്ത റോഡുകളാണ് PWDയുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. സ്മാർട്ട് സിറ്റി റോഡുകൾ സംബന്ധിച്ചും സമാന പ്രചാരണം നടന്നുവെന്നും മന്ത്രി. ഇന്ന് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് കേരളത്തിലെ റോഡുകൾ ഇതാ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ആ ചിത്രം നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സർ. പൊതുവേ PWDയുമായി ഒരു ബന്ധമില്ലാത്ത റോഡുകളും PWDയിലാണെന്ന് വരുത്തി തീർത്ത് ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നൊരു സ്ഥിതി പൊതുവെയുണ്ട്. സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരു വാർത്ത വന്നിരുന്നു സർ. ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയത്. ഗതാഗത യോഗ്യമാക്കി. എന്നാൽ ഗതാഗത യോഗ്യമാക്കൽ മാത്രമല്ല, സ്മാർട്ട് സിറ്റി റോഡിൽ കൾവർട്ട് വേണം, ഡക്റ്റ് വേണം, മറ്റു പലതും വേണം. അതിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഗതാഗത യോഗ്യമാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയാണ് സ്വീകരിക്കുന്നത് സാർ. പറഞ്ഞ വാക്ക് പാലിച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ്. NH-66മായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.